ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്നാണ്, എളുപ്പത്തിൽ ഓർത്തിരിക്കാമെന്നാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടുകൾ പഠിക്കാനായിട്ട് എങ്ങനെ ട്രിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഓർത്തിരിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ അതൊരു കോഡൊക്കെ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലും അങ്ങനെ കോഡുകൾ വെച്ച് പഠിക്കുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഓരോ പാർട്ടിനെയും നമുക്ക് വേറെ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ സെൻറ്റൻസുകളായിട്ട് അതിൻ്റെ വേർഡിങ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 25 പാർട്ടുകളാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. തുടക്കത്തിൽ 22 പാർട്ടുകളായിരുന്നു. പിന്നീട് 9 തന്നെ 9ാമത്തെ പാർട്ടിൽ എയും ബിയും ആഡ് ചെയ്തു. 14ാമത്തെ പാർട്ടിൽ എ ആഡ് ചെയ്തു. 14 എ ആഡ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നെ കൂടുതലായിട്ടും 25 പാർട്ടുകളായി മാറിയത്. 4ാമത്തേതിലും ഒരു എ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ട് 7th പാർട്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ടോട്ടൽ 25 എണ്ണം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര പാർട്ടുകളാണുള്ളത്? ഇപ്പോൾ 25 പാർട്സുകളാണ് ഉള്ളത് കേട്ടോ. 25 പാർട്സുകളാണ് ഉള്ളത്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1 സെക്കൻഡ്. ഓക്കെ, പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ പാർട്ട് യൂണിറ്റി അഥവാ യൂണിയൻ ആണ്. യൂണിറ്റി എന്നല്ല, യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് ആണ് കേട്ടോ. യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് ആണ്. അപ്പം ഞാനിവിടെ യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ 1 എന്ന് പറയുന്നതിന് നമ്മൾ യൂണിറ്റി എന്നും പറയില്ലേ, 1 എന്നുള്ളതിന് ഏകത്വം അഥവാ യൂണിറ്റി എന്നും പറയും. അപ്പോൾ യൂണിറ്റി റിലേറ്റഡ് ടു യൂണിയൻ. അപ്പോൾ എന്തെന്ന് എഴുതാം? യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്. യൂണിയനും ഭൂപ്രദേശവും. അതാണ് എന്ത് പറയുന്നത്? 1ാമത്തേതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത് നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് ഇപ്പോൾ ഫോം ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന വരുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് എന്താ? ആ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങൾ, അതുപോലെ അതിൻ്റെ പ്രവിശ്യകൾ, അവയുടെ അതിർത്തികൾ, അതിനെപ്പറ്റിയൊക്കെയാണ് പറയേണ്ടത് ആദ്യത്തെ പാർട്ടിൽ തന്നെ, അല്ലേ? അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞ് എന്തിനെയൊക്കെ ബന്ധപ്പെട്ടതാണ്? ഭാരതത്തിൻ്റെ ഘടനയും സംസ്ഥാനങ്ങൾ, പ്രവിശ്യകൾ, ഇവയുടെ അതിർത്തികളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നതാണ് ഈ പാർട്ട് 1. ഓക്കെ, ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു. ഇനി വരുന്നത് അടുത്തതിലേക്ക് നമുക്ക് പോകാം. പാർട്ട് 2. പാർട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ് ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം എന്നതാണ്. ഓക്കെ, സിറ്റിസൺഷിപ്പിനുള്ളത് ഏതാണ്? പാർട്ട് 2. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാർട്ട് 1 നമ്മൾ സംസ്ഥാനവും അതിർത്തിയും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് ആരെ പറ്റിയാണ്? അവിടെ താമസിക്കുന്ന ആളുകളെ പറ്റിയാണ്, പൗരന്മാരെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെ പൗരത്വം നേടാം, എങ്ങനെ പൗരത്വം നഷ്ടപ്പെടും? ഏക പൗരത്വമാണ് ഇന്ത്യയിലുള്ളത്. അത് എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ആ ഒരു ആശയം എടുത്തിരിക്കുന്നത്, അല്ലേ? സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർക്കുക, എല്ലാ അതിർത്തികളും നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് നമ്മൾ പറയേണ്ടത് സിറ്റിസനെ പറ്റിയാണ്. അപ്പോൾ പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, പൗരത്വം അല്ലെങ്കിൽ അംഗത്വം. ഓക്കെ, അംഗത്വം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ അംഗത്വം എന്ന് ഉദ്ദേശിക്കുന്നത് പൗരത്വം തന്നെ കേട്ടോ. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 3ാമത്തേത് പറയുന്നത് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പം ഓർക്കുക, ആദ്യം തന്നെ ഇങ്ങനെ സ്റ്റേറ്റ് ഫോം ചെയ്തു, അത് കഴിഞ്ഞ് അതിലെ ആളുകളെ പരിചയപ്പെടുത്തി, അത് കഴിഞ്ഞ് എന്താണ് പറയേണ്ടത്? അവർക്ക് ഉള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ്, അതായത് സിറ്റിസൺസിനുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ റൈറ്റ് ടു പ്രോപ്പർട്ടിയും ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്വത്തവകാശ അധികാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശം അല്ല. അതിപ്പോൾ എന്താണ്? ഒരു ലീഗൽ റൈറ്റായി, നിയമാധികാരമായിട്ട് മാറിയിട്ടുണ്ട്, നിയമാവകാശമായിട്ട് മാറിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് സിറ്റിസൺഷിപ്പ്, എന്നിട്ട് അടുത്ത പാർട്ട് ആ സിറ്റിസൺസിന് ഉള്ള റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇനി അടുത്ത പാർട്ട് ഇതാണ് 4th പാർട്ട്, അല്ലേ? 4th പാർട്ട് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതാണ് എന്ത് പറയുന്നത്? പാർട്ട് 4 പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലേ? മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്
അതിലൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. 4A എന്നും ഒരു അഡീഷൻ ഉണ്ട്. പിന്നീട് 42nd അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രത്യേകമായിട്ട് ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ഞാൻ ഇവിടെ പറയാൻ വന്നത്, ഇവിടെ ഡ്യൂട്ടീസ് അതിനകത്തുള്ള ഡിയും അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്തുള്ള ഈ ഡിയും. ഓക്കെ, ഈ ഡി രണ്ടിനും വന്നിട്ടുണ്ട് അല്ലേ. ഈ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 4th ലെറ്റർ അല്ലേ, 4ാമത്തെ ലെറ്റർ അല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്ന പാർട്ട് എന്തൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും പിന്നീട് വന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് 4th എയും ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിനെപ്പറ്റി ഞാൻ പറയാം. അതായത് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന്, നല്ല രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഭരണനിർവഹണത്തിലും അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലും ഒക്കെ ഭരണകൂടം പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഭരണകൂടം ഇന്ന കാര്യങ്ങൾ പാലിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിർദ്ദേശങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇത് ജസ്റ്റിഫയബിൾ അല്ല. ഓക്കെ, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. പക്ഷേ മൗലികാവകാശം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിന് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും, പക്ഷേ ഇതിന് കഴിയില്ല. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആരിൽ നിന്നാണ് കടം കൊണ്ടുവന്നും കൂടി ഇവിടെ പറയുകയാണ്. അയർലൻഡിൽ നിന്നാണ് കേട്ടോ, അയർലൻഡ്. അടുത്ത, അപ്പോൾ ഈ ഒരു 1, 2, 3, 4 അങ്ങനെ പഠിച്ചു വെക്കുക. സിമ്പിളായിട്ട് ആ ഒരു ലോജിക്കിൽ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5, 6, 7, 8 5, 6, 7, 8 എന്നീ പാർട്ടുകളാണ് കേട്ടോ. അതിൽ ഈ ഒരു ഓർഡർ ഓർത്ത് വയ്ക്കുക. കേന്ദ്രം, സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കേന്ദ്രം, സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ 5ാമത്തേത് വരുന്നത് എന്താണ്? യൂണിയൻ അഥവാ കേന്ദ്രത്തെ പറ്റിയാണ്. 6ാമത്തേത് വരുന്നത് എന്തിനെ പറ്റിയാണ്? സംസ്ഥാനത്തെ പറ്റിയാണ്. ഈ 7 എന്ന് പറയുന്നതുണ്ടല്ലോ, സംസ്ഥാനത്തെ പറ്റി തന്നെ ആയിരുന്നു, പക്ഷേ അത് ഒഴിവാക്കപ്പെട്ടതാണ്. 7 എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനത്തെ പറ്റി തന്നെ ആയിരുന്നു, പക്ഷേ അത് എന്ത് ചെയ്യപ്പെട്ടു? ഒഴിവാക്കപ്പെട്ടു. ഇപ്പോൾ അത് ഇല്ല. ഓക്കെ, അതിനകത്ത് അത് പിന്നീട് പറയാം. അപ്പോൾ 7th one. അപ്പോൾ 8th one ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? 8ാമത്തേത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ കേന്ദ്രം, സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത് 5, 6, 8 എന്നിങ്ങനെയാണ്. ഓക്കെ, 5, 6, 8 എന്നിവയാണ് പറയുന്നത് കേട്ടോ. ഈ 7ാമത്തേത് സംസ്ഥാനത്തെ പറ്റിയുള്ള അതായത് വസ്തുവകകൾ അതൊക്കെ ആയിരുന്നു 7th പാർട്ടിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ഇല്ല, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഓർത്തോളൂ. ഈ യൂണിയൻ ടെറിട്ടറി 8ന്റെ ടെറിട്ടറി, ആ 8 എന്നുള്ളത് കൊണ്ട് യൂണിയൻ ടെറിട്ടറി ഏതാണ്? പെട്ടെന്ന് തന്നെ ഓർത്തു വെക്കാം. യൂണിയൻ ടെറിട്ടറി 8ാമത്തെ പാർട്ടാണ്. അപ്പം 5, 6, 8 ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. 5, 6, 7, 8 7 ഒഴിവാക്കിയെന്ന് ഓർക്കുക. 5, 6, 8 ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9, 9A, 9B. 9, 9A, 9B. നോക്കൂ, ഈ ഒരു ഓർഡർ പഠിക്കാം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഒരു കാര്യം ഓർത്തോട്ടോ, ഈ കോർപ്പറേഷൻ അല്ല ശരിക്കും 9B ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, എന്ന് വെച്ചാൽ സഹകരണ സ്ഥാപനങ്ങളാണ്. പക്ഷേ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു ഓർഡർ ഓർക്കാം. അതായത് പഞ്ചായത്ത്, അതിലും വലുത് മുനിസിപ്പാലിറ്റി, അത് കഴിഞ്ഞ് കോർപ്പറേഷൻ, അങ്ങനെ ഒരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കോർപ്പറേഷൻ എന്ന് ഓർക്കുക. 9, 9A, 9B എന്തൊക്കെയാണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതാണ് 9ാമത്തെ പാർട്ട് വരുന്നത്. ഈ 9Aയും 9Bയും പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. ഇനി അടുത്തത് 10ാമത്തേത് എന്താണ്? ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. 10ാമത്തേത് പറയുന്നത് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അതായത് പട്ടികജാതി അല്ലെങ്കിൽ ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റിയൊക്കെ പറയുന്നതാണ്. ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്നതാണ് 10ാമത്തേത്. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ 10ന് എന്തെന്നാ പറയുന്നത്? 10 അല്ലേ? 10 പാർട്ട് 10ൽ T for tribe. ഓക്കെ, അപ്പോൾ 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്, 10 ട്രൈബ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ആരെ പറ്റി പറയുന്നു? ഗോത്രവർഗ്ഗക്കാരെ പറ്റിയും ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പറ്റിയൊക്കെ പറയുന്നു.
അവരുടെ ഏരിയകൾ പറയുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ താമസിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അത് കഴിഞ്ഞ് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിനെ പറ്റി അടുത്ത പാർട്ടിൽ പറയുന്നു. 10 ഫോർ ട്രൈബ്, T ഫോർ ട്രൈബ്. അടുത്തത് 11ാമത്തെ പാർട്ടാണ്. 11ാമത്തെ പാർട്ട് പറയുന്നത് റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, അതായത് കേന്ദ്രവും അതുപോലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, അതാണ് പറയുന്നത്. എന്ത് 11. ഈ 11 എന്ന ഈ ലെറ്റർ, ഈ 11 എന്ന് പറഞ്ഞാൽ എന്താ, 2 ഒന്നുകൾ ഇങ്ങനെ സമാന്തരമായി കൊടുത്തിരിക്കുന്നത് അല്ലേ, 2 ഒന്നുകൾ ഇങ്ങനെ സമാന്തരം. അപ്പം നമ്മളിങ്ങനെ ഈക്വൽ ടു എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് റിലേഷൻ എന്നാണ്. ഓക്കെ, ഇങ്ങനെ റിലേഷൻ ആയിട്ട് പറയാം. സോ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ 11 എന്ന് പറയുന്നത് എന്തായിട്ട് കൂട്ടാം, റിലേഷൻ ആയിട്ട് കൂട്ടാം. ഈ ഒന്നും എന്താണ്, അത് തമ്മിൽ റിലേഷൻ. ഓക്കെ, റിലേഷൻ എന്ന് ഓർക്കുക. അങ്ങനെ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ സ്റ്റേറ്റ് എന്ന് ഓർക്കുക. അപ്പോൾ ഒന്നും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പാരലായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അത് റിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് ഓർക്കുക. റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്, യൂണിയനും സ്റ്റേറ്റ്സും തമ്മിലാണ്. അടുത്ത പാർട്ടാണ് 12ാമത്തെ പാർട്ട്. 12ാമത്തെ പാർട്ടിൽ പറയുന്നത് ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്, സ്യൂട്ട്സ്, അതായത് ധനകാര്യം, വസ്തു, കോൺട്രാക്ട്, വ്യവഹാരങ്ങൾ, അതൊക്കെയാണ് ഏതിൽ വരുന്നത്, 12ാമത്തേതിൽ വരുന്നത്. ഓക്കെ, സാമ്പത്തിക വസ്തു വകകളൊക്കെ വരുന്നത് ഇതിലാണ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി പിന്നീട് മൗലിക അവകാശത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഈ ഒരു 12ാമത്തെ പാർട്ടിലാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫിനാൻസ് കമ്മീഷനെ പറ്റി, അതിൻ്റെ ഘടന, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ്, പിന്നെ ധനവിഭവ വിതരണം, ഓക്കെ, അതുപോലെ സാമ്പത്തിക വ്യവസ്ഥകൾ, സാമ്പത്തിക മേഖലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ് ഒക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് ഈ ഒരു പാർട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 12 എന്നുള്ളത് ഓർത്തു വെക്കേണ്ടി വരും. 12ാമത്തെ പാർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫിനാൻസ് ആണ്, ഫിനാൻസ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് റിലേഷൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ധനകാര്യത്തെ പറ്റി പറയുന്നു, നമ്മുടെ ഫിനാൻസിനെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഫിനാൻസ് ഉണ്ടാക്കാനുള്ള വഴി അഥവാ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. വ്യവസായം അതുപോലെ വാണിജ്യം, അത് എന്ന് പറയുന്നത്. അപ്പോൾ 13ാമത്തേത് 13 എന്നല്ലേ 13 എഴുതുന്നത്, അപ്പോൾ അതിലൊരു T ഉണ്ട്. ആ T ഫോർ ട്രേഡ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഓക്കെ T ഫോർ എന്ത് പറഞ്ഞു, ട്രൈബ് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗോത്രവർക്കാരെ താമസിക്കുന്ന സ്ഥലങ്ങളെ പറ്റി പറയുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി ഓർക്കുക. ഈ 13 എന്താണ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിത്തിൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ്, അതായത് വ്യവസായങ്ങൾ. ഓക്കെ, ഇപ്പോൾ 13ാമത്തെ പറയുന്നത് എന്താണ്, ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ വ്യാപാരം, വാണിജ്യം, സഞ്ചാരം എന്നിവയൊക്കെ പറയുന്നത് ഈ 13 ആണ് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മളപ്പോൾ എന്താണ് പറയുന്നത്, ഫിനാൻസ്. അപ്പോൾ ഫിനാൻസിന് വേണ്ടി അടുത്ത ഓപ്ഷൻ എന്താണ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ അത് രണ്ടും അടുത്താണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി 14ാമത്തെ പാർട്ട് സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. എന്താണ്, രാജ്യത്തിലും അതുപോലെ സംസ്ഥാനത്തിലും ഉള്ള മറ്റ് സേവനങ്ങളെ പറ്റിയിട്ടാണ് സർവീസസ്. അപ്പോൾ നമുക്കൊരു PSC, UPSC അതിലുള്ള അങ്ങനെയുള്ള സർവീസിലൊക്കെ ജോലി കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ വരുന്നത് ഏതിലാണ്, പാർട്ട് 4ലാണ് അതിനെപ്പറ്റി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി പാർട്ട് 14 ആണ് കേട്ടോ, 14. അതാണ് 14 നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അറിയാതെ 14 എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ 14A പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അതായത് നീതിന്യായ വകുപ്പ്, അതിൽ ട്രിബ്യൂണൽസ്, അതായത് ഈ ഒരു സർവീസ് കിട്ടിയതിനെ പറ്റി അല്ലെങ്കിൽ അതിൽ വരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കാനൊക്കെ വരുന്നത് ഈ എന്താണ്, ട്രിബ്യൂണൽസ് ആണ്. അത് 14A ആണ്. ഓക്കെ, അപ്പോൾ 14A എന്ന് പറഞ്ഞൊരു പാർട്ട് കൂടി ഉണ്ടെന്ന് ഓർക്കുക. അത് എന്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ട്രിബ്യൂണൽസ് അല്ലെങ്കിൽ നീതിന്യായ വകുപ്പാണ്. ഇനി 15ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എലക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. എലക്ഷൻ. ഓക്കെ, അപ്പോൾ 15 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുക, ഇങ്ങനെയല്ലേ എഴുതുക. 15 എന്നുള്ളത് റോമൻ ലെറ്ററിൽ ഇങ്ങനെ എഴുതാം അല്ലേ, ഒരു എക്സ് ഇട്ടിട്ട് ഒരു 5 അല്ലേ, അത്. അപ്പോൾ ഈ വി എന്ന് പറയുന്നത് എന്താണ്, വോട്ട് എന്ന് ഓർക്കുക. ഓക്കെ, 15 ഈ വി എന്താണ്, വോട്ട് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, എലക്ഷൻ. അപ്പൊ 15ാമത്തേത് എന്താണ് വന്നത്, എലക്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ തോന്നിയാലും
ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ സാധിക്കും. അല്ലാതെ വേറെ കോഡുകൾ കാണാതെ പഠിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പഠിച്ചു വെക്കുന്നതാണ് കേട്ടോ. അടുത്തത് 16ാമത്തേത് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെർട്ടൈൻ ക്ലാസ്സസ്. ഇതെന്തായാലും അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടി വരും. എന്താണ് വരുന്നത്? സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെർട്ടൈൻ ക്ലാസ്സസ്. സംവരണത്തെ പറ്റി പറയുന്നതാണ് എന്ത്? 16ാമത്തെ പാർട്ട്. അപ്പോൾ 16 എന്താണ്? സംവരണം. SC/STക്കാർക്ക്, ആംഗ്ലോ ഇന്ത്യൻസിന് അവരുടെ ജോലിക്കാര്യത്തിലായാലും പഠനകാര്യത്തിലായാലും ഒക്കെയുള്ള സംവരണത്തെ പറ്റി പറയുന്നത് 16ാമത്തെ പാർട്ടാണ്. അടുത്തത് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നത് 17ാമത്തെ പാർട്ടാണ്. ഓക്കെ, 17ാമത്തെ പാർട്ടാണ് എന്ത് വരുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ. നമുക്കറിയാം ഹിന്ദിയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ വരുന്നത് അല്ലേ. പക്ഷേ സുപ്രീം കോർട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ, സുപ്രീം കോർട്ടുകളുടെയൊക്കെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഹിന്ദിയിലല്ല ഇംഗ്ലീഷിൽ തന്നെയാണ്. ബാക്കിയുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ 7 എന്നുള്ളത്, ഈ 17ൽ 7 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ 7 ഇല്ല എന്ന് നമുക്കറിയാം. സോ അത് കൺഫ്യൂഷൻ വരുന്നതേ ഇല്ല. 17ന്റെ 7 തിരിച്ചിട്ടാൽ എന്താകും? ഈ 7 ഇങ്ങനെ ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ എഴുതി പോകണാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തിരിച്ചിട്ടാൽ L എന്നാവും. L ഫോർ ലാംഗ്വേജ്. ഓക്കെ, L ഫോർ എന്താണ്? ലാംഗ്വേജ് ആണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് 18ാമത്തേത് എമർജൻസി പ്രൊവിഷൻ ആണ്. എമർജൻസി പ്രൊവിഷൻ കേട്ടോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട് അല്ലേ. നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ എമർജൻസി പ്രൊവിഷൻ അത് പറയുന്നത് 18ആണ്. നമുക്കറിയാം അടിയന്തരാവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ എമർജൻസി വരുമ്പോഴാണ് നമ്മൾ 18ാമത്തെ അടവ് പ്രയോഗിക്കുന്നതെന്ന് പറയും അല്ലേ. അപ്പോൾ അത് എന്താണ്? 18 റിലേറ്റഡ് ടു എമർജൻസി, അങ്ങനെ ഓർക്കുക. ഇനി 19ാമത്തെ പാർട്ട്, 19th പാർട്ട് എന്ന് പറയുന്നത് വേറെ ചില മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 19ാമത്തെ പാർട്ട് വരുന്നത്, അതായത് പ്രസിഡന്റ്, ഗവർണർ എന്നിവരെയൊക്കെ കുറ്റവിചാരണയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള വിവിധ വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. മിസലേനിയസ്. ഓക്കെ, ഇപ്പോൾ 18ാം അടവ് കഴിഞ്ഞ് മിസലേനിയസ് ആണ് വരുന്നത്. 20ാമത്തേത് ഓർത്തിരിക്കുക, അമെൻമെന്റ് അഥവാ ഭരണഘടന ഭേദഗതി അതെന്ന് വെച്ചാൽ എന്താണ്? തിരുത്തലുകൾ എന്നല്ലേ അർത്ഥം. അപ്പോൾ നമ്മുടെ റോമൻ ലെറ്ററിൽ 20 എങ്ങനെ എഴുതുക? 2-10 എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതും. അതായത് എന്തെങ്കിലും വെട്ടിത്തിരുത്തുന്നു, അതാണ് ഇങ്ങനെ ഇൻറ്റു വെച്ചല്ലേ നമ്മൾ തിരുത്തുന്നത്, തെറ്റ് വരുത്തിയതൊക്കെ തിരുത്തുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതാണ് എന്ത്? തിരുത്തലുകൾ. 20 അമെൻമെന്റ്, 2 X ഇട്ട് 2 ക്രോസ് ഇട്ട് നമ്മൾ തിരുത്തുന്നു. അടുത്തത് 21 എന്ന് പറയുന്നത് ടെമ്പററി ആണ്. 21 എന്താണ്? ടെമ്പററി ട്രാൻസിഷണൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് വരുന്നത്. ടെമ്പററി ആണ് 21 ഓർക്കുക. അപ്പോൾ ഈ പാർട്ടുകൾ ചിലത് ഇങ്ങനെ ഓർത്തു വെക്കാനുണ്ട്, നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമില്ല. അപ്പോൾ അതിൽ അങ്ങനെ ഒരെണ്ണമായിരുന്നു 16 എന്ന് പറഞ്ഞാൽ സംവരണം നമ്മൾ പഠിച്ചു. പിന്നെ ഒരെണ്ണം ഇവിടെ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് 19 മിസലേനിയസ്, 21 ടെമ്പററി. 22 വരുന്നത് ഷോർട്ട് ടൈറ്റിൽ, അതായത് തലക്കെട്ട്, കമൻസ്മെന്റ്, അതോറിറ്റേറ്റീവ് ടെസ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽ. ഓക്കെ, പിന്നെ ഭരണഘടനയുടെ ആരംഭം, അസാധുവാക്കൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിലാണ്? ഈ 22ാമത്തേതിലാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ 22, 19 ഈ മിസലേനിയസ് ആയിട്ടോ അതങ്ങനെയൊന്നും അധികം ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് വന്നാലും അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ലോജിക്കലായിട്ട് വെറുതെ ചിന്തിച്ചു നോക്കുക, അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക. വേറെ എന്ത് പഠിക്കുമ്പോഴും ഇങ്ങനെ നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതായിരിക്കും നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ ഈ ഒരു PDF-ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.